മുഅ്മിനീങ്ങളെ, സൂറത്തു മറിയമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിയം സൂറത്തിലെ 15 ആയത്തുകൾ എത്തിയപ്പോൾ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ട് സൂറത്തു ആലു ഇമ്രാനിലെ ചില ആയത്തുകളിൽ പറയുന്നത് കൊണ്ട് ആലു ഇമ്രാനിലെ ആയത്തുകൾ അല്പം നമ്മൾ വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 16-ാമത്തെ ആയത്ത് മുതൽ 21-ാം ആയത്ത് വരെ സൂറത്തുൽ മറിയമിൽ തന്നെ പറയണമെന്നാണ് ഉദ്ദേശിക്കുന്നത്. ആലി ഇമ്രാനിൽ 1-2 ആയത്ത് കൂടെ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. മറിയം ബീവി ബൈത്തുൽ മുഖദ്ദസിനടുത്ത് മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സംരക്ഷണത്തിലായി വളരുന്നു എന്നാണ് കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാം എല്ലാ സൗകര്യങ്ങളും മറിയം ബീവിക്ക് ഒരുക്കി കൊടുത്തു. മറിയം ബീവിയുടെ പള്ളിയുടെ ചാരിയുള്ള മുറിയിലേക്ക് അവർക്ക് വേണ്ട ഭക്ഷണവും വെള്ളവും മറ്റു സൗകര്യങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുന്നു. അങ്ങനെ മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ സൗകര്യങ്ങളുമായി ചെല്ലുമ്പോൾ അവിടെ നിറയെ നല്ല ഭക്ഷണങ്ങളെ കാണുന്നു. ഈ ഭക്ഷണങ്ങളെല്ലാം എവിടെ നിന്ന് എന്ന് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചപ്പോൾ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മറുപടി ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നാണ് എന്ന്. ഇങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നല്ല പല തവണയായി മറിയം ബീവിയിൽ നിന്ന് കണ്ടു. അങ്ങനെ ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ആലു ഇമ്രാനിന്റെ 42-ാമത്തെ ആയത്ത്, വഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ അസ്തഫാകി വതഹറകി വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഈ ലോകത്തുള്ള സ്ത്രീകളിൽ നിന്ന് വളരെ നല്ല സംശുദ്ധയായ മഹദിയായ വനിതയാണ് മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് ഖുർആൻ തന്നെ പറയുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നു, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഈ മഅർ റാകിഈൻ. മറിയം ബീവിയോട് അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നല്ലപോലെ അള്ളാഹുവിന് സുജൂദ് ചെയ്യുകയും ഇബാദത്തെടുക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടണം. അങ്ങനെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന് അവരെ വലിയ സ്ഥാനം നൽകിയിട്ടാണ് അല്ലാഹു തആല വളർത്തിയത്. ഇദ് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയാ വൽ ആഖിറഹ വമിനൽ മുഖറബീൻ. യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹു അൽ മസീഹ് ഈസ ഇബ്നു മറിയം. മഹദിയായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനത്തെക്കുറിച്ച് മഹദിയായ മറിയം ബീവിക്ക് അല്ലാഹു തആല അറിയിപ്പ് കൊടുത്തു, സന്തോഷം അറിയിച്ചു കൊടുത്തു. എന്താണ് പേര്? ഇസ്മുഹു അൽ മസീഹ് ഈസ ഇബ്നു മറിയം. മസീഹുല്ലാഹി ഈസ എന്ന പേരുള്ള ഒരു കുഞ്ഞിനെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ മകൻ എങ്ങനെയുള്ള മകനാണ്? വജീഹം ഫിദ്ദുനിയാ വൽ ആഖിറതി വമിനൽ മുഖറബീൻ. അല്ലാഹുവിനോട് ഏറ്റവും സാമീപ്യമുള്ളവരുടെ കൂട്ടത്തിൽ പെട്ടവരും അതുപോലെ തന്നെ ദുനിയാവിലും ആഖിറത്തിലും വലിയ മഹത്വമുള്ള നേതാവായ നബിയാണ് മറിയം ബിയുടെ മകനായി ജനിക്കാൻ പോകുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് നേരത്തെ അല്ലാഹു തആല അറിയിച്ചു കൊടുത്തു. അപ്പൊ ഈസാ നബിയുടെ മാതാവ്, അതിനപ്പുറം തന്നെ മറിയം ബീവിക്ക് ഒരുപാട് കറാമാത്തുകൾ. ഇങ്ങനെ നബിയല്ല, മറിയം ബീവി നബിയല്ല, നബിമാരൊക്കെ പുരുഷന്മാരാണ്. എന്നാൽ മറിയം ബീവി മഹദിയായ ഒരു വനിതയാണ്, കറാമത്തുകളുള്ള വനിതയാണ്.
ആ മറിയം ബീവിയെ കുറിച്ച് ഇനി അല്ലാഹു തആല ഈ സൂറത്തു മറിയമിൽ തന്നെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രസവവുമായി ബന്ധപ്പെട്ട വിഷയം പറയാണ്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. വിശുദ്ധ ഖുർആൻ പറയുന്നു വദ്കുർ ഫിൽ കിതാബി മറിയമ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സ്മരിക്കുകയാണ്. എന്താണ് ഇതിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം എവിടെയാണുള്ളത്? ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരെ. ആ ബൈത്തുൽ മുഖദ്ദസിന്റെ ചാരയാണ് മറിയം ബീവി. ഇവിടെ മറിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിന്റെ അർത്ഥം തന്നെ. മറിയം ബീവിയുടെ പേരിന്റെ മഅന തന്നെ എന്താണ്? വമഅന മറിയമു അൽ ആബിദത്തു ഖാമിദത്തു റബ്ബ്. അല്ലാഹുവിന് ഇബാദത്ത് എടുക്കുകയും ഖിദമത്ത് എടുക്കുകയും പള്ളിക്ക് വേണ്ടി ഖിദമത്ത് എടുക്കുകയും ചെയ്യുന്ന മഹദി എന്നാണ് മറിയം എന്ന പേരിന്റെ അർത്ഥമുള്ളത്. പേര് പോലെ തന്നെ അങ്ങനെ ഒരു ഖാദിമത്തായ വനിതയാണ് മറിയം ബീവി. ബൈത്തുൽ മുഖദ്ദസിന്റെ ഖാദിമയാണ്. അവിടെ ചാരെ അല്ലാഹുവിന് ഇബാദത്ത് എടുത്ത് കഴിയുന്ന വനിതയാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ അങ്ങനെ തന്നെ പറഞ്ഞത്. വദ്കുർ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ഇനി ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് പടിഞ്ഞാറ് വശത്തേക്ക് കുറച്ച് മാറിപ്പോകാൻ പറയാണ്. മറിയം ബീവിയോട് പടിഞ്ഞാറ് വശത്തേക്ക് മാറാൻ വേണ്ടി പറയുന്നു. എന്തേ അങ്ങനെ മാറിപ്പോകാൻ പറയുന്നത്? സാധാരണഗതിയിൽ തന്നെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിയിൽ നിന്നൊന്ന് മാറാറുണ്ട്. കാരണം അത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. മറിയം ബീവി ഇടയ്ക്ക് പള്ളിയിൽ നിന്നൊന്ന് പോകും, ഒന്ന് മാറി താമസിക്കും. അതെന്താണ്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീടും അതുപോലെ തന്നെ മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നാ ബീവിയുടെ സഹോദരിയാണല്ലോ ഇശാ. സക്കരിയ ബീവി കല്യാണം കഴിച്ചത് മറിയം ബീവിന്റെ ഉമ്മാന്റെ ജ്യേഷ്ഠത്തിയെയാണ്, അല്ലെങ്കിൽ അനുജത്തിയെയാണ്. അപ്പോ അവരുടെ പരിചരണത്തിലാണ് മറിയം ബീവിന്റെ ജീവിതമുള്ളത്. അപ്പൊ അവരുടെ വീട്ടിലേക്ക് വരും, അല്ലെങ്കിൽ പള്ളിയിലടുത്തുള്ള മുറിയിലുണ്ടാകും. അങ്ങനെയാണ് മറിയം ബീവിന്റെ താമസം. ആ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല അവരിൽ നിന്നെല്ലാം അഹ്ലുകാരിൽ നിന്നെല്ലാം ഒന്ന് മാറി താമസിക്കാൻ പറയുന്നു ഇടയ്ക്ക് വെച്ച്. എന്താ അങ്ങനെ പോകാനുള്ള കാരണം? മഹാനായ ഇബ്നു കസീർ അവിടുത്തെ തഫ്സീർ ഇബ്നു കസീറിൽ പറയുന്നു, ഫലമ്മാ അറാദ അല്ലാഹു തആല വലഹുൽ ഹിക്മത്തു വൽ ഹുജ്ജത്തുൽ ബാലിഗ അൻ യൂജദു മിൻഹാ അബ്ദഹു വറസൂലഹു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല ജന്മം കൊടുക്കാൻ ഉദ്ദേശിച്ചു. അല്ലാഹുവിന്റെ അടിമയും റസൂലുമായ നബി മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബി ആരാണ്? അഹദർ റുസുലി ഉലുൽ അസ്മിൽ ഖംസത്തിൽ ഇളാം. ഉലുൽ അസ്മിൽപ്പെട്ട മഹാന്മാരായ പ്രവാചകന്മാരിലെ ഒരാളാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഈസാ നബിക്ക് ജന്മം കൊടുക്കണം. അതിനാണ് മറിയം ബീവിയോട് ഇനി ഉള്ള സ്ഥലത്ത് നിന്ന് മാറാൻ പറഞ്ഞത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വദ്കുരിൽ ഫിൽ കിതാബി മറിയമ ഇദിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ്യാ. ഉള്ള സ്ഥലത്ത് നിന്ന് അഹ്ലുകാരിൽ നിന്ന് മാറിപ്പോകാൻ പറഞ്ഞു. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പടിഞ്ഞാറ് വശത്തേക്ക് പോയി. മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം, നസാറാക്കൾ പടിഞ്ഞാറ് വശത്തെ ഒരു ഖിബലയായി കണ്ടിരുന്നു. സൂര്യൻ ഉദിച്ചു വരുന്ന ഭാഗമാണത്. അതിനാൽ നസാറാക്കൾ അങ്ങനെ കണ്ടിരുന്നു. പ്രത്യേകിച്ച് പിന്നീട് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ജന്മം കൊണ്ട ഭാഗം ഈ പടിഞ്ഞാറ് ഭാഗമായിരുന്നു. അതുകൊണ്ട് ആ ഭാഗത്തെ അവരുടെ ഒരു റസൂൽ ജനിച്ചു എന്നുള്ളതിൽ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു എന്നൊക്കെ മുഫസ്സിരീങ്ങൾ എഴുതിയത് കാണാം. ഏതായാലും മഹദിയായ മറിയം ബീവിയോട് പറഞ്ഞു, ഒറ്റക്ക് ഈ കൂട്ടത്തിൽ നിന്ന് വേറിട്ട് പോകണം. കൂട്ടം കുടുംബം എന്ന് പറഞ്ഞാൽ സക്കരിയ നബി ഉണ്ട് അവിടെ, അതുപോലെ ഉമ്മാന്റെ അനുജത്തി ഇവരൊക്കെ ഉണ്ടല്ലോ. അവരിൽ നിന്നങ്ങ് മാറി താമസിക്കാൻ പറഞ്ഞു, മാറിപ്പോകാൻ പറഞ്ഞു.
അതാണ് പറഞ്ഞത് ഇനിൻ തബദത് മിൻ അഹ്ലിഹാ മകാനൻ ശർഖിയ. പോയി മഹദിയായ മറിയം ബീവി അവിടെ നിന്ന് മാറി. വത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ ഫർസൽനാ ഇലൈഹാ റൂഹനാ ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ നിന്ന് മാറുകയാണ്. സാധാരണഗതിയിലോ മറിയം ബീവി അങ്ങനെ പോകാറില്ലല്ലോ. അഹ്ലുകാരിൽ നിന്ന് പോകുക എന്ന് പറഞ്ഞാൽ ഐദാറു സൗജി ഖാലതിഹാ, സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിൽ നിന്ന് പോവുക എന്നാണ് ഉദ്ദേശിച്ചത്. സക്കരിയ നബിയുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ മറിയം ബീവി വരാറുണ്ട്. എപ്പോഴാണ്? لأنها كانت تتحول من المسجد إلى بيت خالتها إذا حاضت. മറിയം ബീവി ഹൈലുകാരിയാകുന്ന സമയത്ത്, ശുദ്ധിയില്ലാത്ത സമയത്ത് പള്ളിയിൽ നിന്ന്, അതേ പള്ളിയുടെ ചാരത്ത് നിന്ന് ഖിദ്മക്ക് നിൽക്കൂല. ശുദ്ധിയില്ലാത്ത സമയത്ത് നേരെ ഉമ്മാന്റെ അനുജത്തിയുടെ വീടായ സക്കരിയ നബിയുടെ വീട്ടിലേക്ക് പോകുമായിരുന്നു. അങ്ങനെ മറിയം ബീവിയുടെ അശുദ്ധിയൊക്കെ ശുദ്ധിയായാൽ പള്ളിയിലേക്ക് തന്നെ മടങ്ങി വരികയും അവിടെ ഖിദ്മ ചെയ്യുകയും ചെയ്യുമായിരുന്നു. സ്ത്രീക്ക് പള്ളി പോകാൻ പറ്റുമോ? പെണ്ണിന് പള്ളി പോകാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. പറ്റുന്നാണ് ഇബ്രാഹിം കുട്ടിക്ക് പറഞ്ഞല്ലേ. സ്ത്രീക്ക് പള്ളി പോകാൻ പറ്റുമോ? സ്ത്രീകൾക്ക് നിസ്കാരത്തിന് വേണ്ടി, ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി പള്ളിയിലേക്ക് പോകാൻ പാടില്ല. അതേ സമയത്ത് ഒരു സ്ത്രീ എന്തെങ്കിലും ഇസ്ലാമികമായ മസ്അല ചോദിക്കാൻ, ഇൽമ പഠിക്കാൻ പള്ളിയുടെ ചാരത്ത് വരേണ്ടി വന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളിയുടെ ചാരെ അങ്ങനെ പല ഉമ്മമാരും വന്നത് ഹദീസിൽ കാണാനാകും. മന്ത്രിക്കാൻ വേണ്ടി, മസ്അല ചോദിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരെ മദീന പള്ളിയുടെ തൊട്ടരികെ വന്ന് മറയിൽ നിന്ന് സംശയം ചോദിച്ച വനിതകളുടെ കഥകൾ, ചരിത്രങ്ങൾ ഹദീസിലുണ്ട്. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരു ദിവസം വന്നിട്ട് അശുദ്ധിയുമായി ബന്ധപ്പെട്ട മസല, ഹൈളുമായി ബന്ധപ്പെട്ട മസല ഒരു പെണ്ണ് വന്ന്, ഒരു സ്വഹാബിയായ വനിത വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചോദിക്കുകയാണ്. ചോദിക്കുമ്പോൾ ആയിഷ ബീവി തൊട്ടപ്പുറത്തുണ്ട്. അങ്ങനെ വന്നിട്ട് ഒരു പ്രാവശ്യം ചോദിച്ചപ്പോ ഒരു സ്ത്രീയോട്, ഒരു അന്യ സ്ത്രീയോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മസല പറയുന്നതിൽ പരിധിയുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചൊരു നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്തു. ആ വന്ന സ്ത്രീ മനസ്സിലാകാതെ ഒന്നുകൂടെ ചോദിച്ചു. അപ്പൊ നബി തങ്ങൾ വീണ്ടും അങ്ങ് പറഞ്ഞ് പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞൊഴിവാക്കി. വീണ്ടും ആ സ്ത്രീ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. ആയിഷ ബീവി ഇങ്ങനെ പിടിച്ച് ബാക്കോട്ടും കൂടി വലിച്ചു, എന്നിട്ട് ഉള്ളിലേക്ക് കൊണ്ടായിരുന്നു നല്ലോണാണ് പറഞ്ഞെടുത്തു. ശരിക്കും അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അന്യപുരുഷന് ഒരു അന്യ സ്ത്രീയുമായി ഈ വിഷയത്തിൽ സംസാരിക്കുന്നതിൽ ചില പരിധികളൊക്കെ ഉണ്ടാകും, നാണമുണ്ടാകും. അതുകൊണ്ട് ഈ വന്ന സ്ത്രീക്ക് അതിന്റെ ഒരു ബോധമൊന്നുമില്ല. ചില ആളുകൾ അങ്ങനെ ഉണ്ടാവുമല്ലോ, ചോദിക്കുന്നിടത്തും പറയുന്നിടത്തും യാതൊരു അഡ്രസ്സും ഉണ്ടാവില്ല, എവിടെ വെച്ച് എന്ത് പറയണമെന്നോ യാതൊരു ഐഡിയ ഉണ്ടാവില്ല ചില ആളുകൾക്ക്. ഇത് രഹസ്യമായി പറയേണ്ടതാണോ, പരസ്യമായി പറയേണ്ടതാണോ, ഇത് മൈക്കിൽ പറയേണ്ടതാണോ, അല്ലാത്തതാണോ, യാതൊരു ബോധം ഉണ്ടാവില്ല, പരിസര ബോധം ഉണ്ടാവില്ല. എല്ലായിടത്തും എല്ലാതും പറയാൻ പറ്റൂല. പറയേണ്ടത് പറയുന്ന സ്ഥലത്ത് പറയണം. ചിലത് സ്വകാര്യമായി പറയേണ്ടതുണ്ടാവും, ചിലത് പരസ്യമായി പറയേണ്ടതും. പറയുന്നതിനൊക്കെ കുറെ നിയമങ്ങളുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അങ്ങനെ വന്നിരുന്നു. അപ്പൊ ഒരു സ്ത്രീ ജുമുഅ ജമാഅത്തുകൾക്ക് വേണ്ടി സ്ത്രീക്ക് പള്ളിയിലേക്ക് വരാൻ പാടില്ല. വഖർന ഫീ ബുയൂതികുന്ന എന്ന് വിശുദ്ധ ഖുർആൻ നസ്സാണ്. നിങ്ങൾ പള്ളിയിൽ വരേണ്ടതില്ല. സ്ത്രീകൾക്ക് വീടിന്റെ ഉള്ളാണ് പള്ളിയിൽ വരുന്നതിനേക്കാൾ ഏറ്റവും ഉത്തമമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഒരു സ്ത്രീക്ക് ഇത്തരം വിഷയങ്ങൾക്ക് ഇൽമ പഠിക്കാൻ, മസ്അലകൾ ചോദിക്കാൻ, ഇങ്ങനെയുള്ള വിഷയങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സ്ത്രീകൾ വന്നിട്ടുണ്ടായിരുന്നു. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന് പൊതുവെ പിന്നെ ഈ ശരീഅത്തല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ, നമ്മുടെ ഈ മതത്തിന്റെ നിയമങ്ങളല്ല, ശരീഅത്ത് വേറെയാണത്. മറിയം ബീവിയുടെ ആ കാലഘട്ടത്തിൽ ബനൂ ഇസ്രായേലിന്റെ കാലാണല്ലോ, അന്നത്തെ ശരീഅത്ത് വേറെയുമാണ്. ഏതായാലും മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം പള്ളിന്റെ ഉള്ളിലുമല്ല, പരിസരത്തൊരു മുറിയിലാണുള്ളത്. പക്ഷെ അവിടെ തന്നെ പള്ളിന്റെ ഖിദ്മയുമായിട്ട് കൂടിയിരിക്കുകയാണ്. അവിടെ നിന്ന് മറിയം ബീവി ശുദ്ധിയില്ലാത്ത സമയത്ത്, സ്ത്രീകളാണല്ലോ, ശുദ്ധിയില്ലാത്ത സമയങ്ങൾ ഉണ്ടാകും. ആ സമയത്ത് നേരെ പള്ളിയുടെ അവിടെ പിന്നെ ഖിദ്മക്ക് നിൽക്കൂല, നേരെ എന്ത് ചെയ്യും, ഈ സക്കരിയ നബിന്റെ വീട്ടിലേക്ക് പോരും.
ഉമ്മാന്റെ അനുജത്തിന്റെ വീട്ടിലേക്ക്. ശുദ്ധിയായതിനു ശേഷം മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം പള്ളിയിലെടുക്കലുള്ള തന്റെ ആ മിഹ്റാബിലേക്ക് തന്നെ പോകും എന്നാണ് മുഫസ്സിരീങ്ങൾ പറഞ്ഞത്. മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാമ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഗർഭം ചുമക്കുന്നതിന്റെ മുമ്പ് 2 പ്രാവശ്യമാണ് ശുദ്ധിയില്ലാതായിട്ടുള്ളത് എന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. 13ാമത്തെ വയസ്സിലാണ് ഈസാ നബിനെ ഗർഭം ചുമക്കുന്നത്. അതിലേക്കാണ് ഈ ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പറയുന്നത്. അപ്പൊ ഏതായാലും അല്ലാഹു തആല മറിയം ബീവിയിലൂടെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ മറിയം ബീവിയോട് ദൂരേക്ക് മാറാൻ പറഞ്ഞു. മറിയം ബീവി മാറിപ്പോയി. ഫത്തഖദത് മിൻ ദൂനിഹിം ഹിജാബൻ, ആ അഹ്ലുകാരിൽ നിന്നെല്ലാവരിൽ നിന്നും ഒരു മറയോടുകൂടെ ദൂരെ പോയി ഒരു മറക്കകത്തായി മാറി മറിയം ബീവി. അള്ളാഹുവിന്റെ ഓർഡർ പ്രകാരമാണ് ഈ യാത്ര പോയത്. എന്നിട്ടോ ബൈത്തുൽ മുഖദ്ദസിന്റെ പടിഞ്ഞാറ് വശത്തേക്കാണ് മാറിയത്. അവിടെ ഒരു മറക്കകത്താരും കാണാത്ത രീതിയിൽ ഇരിക്കുന്നു. അങ്ങനെ നല്ല പോലെയായ സമയത്ത്, നല്ല ശുദ്ധിയോടെ നിൽക്കുന്ന സമയത്ത് ഫാർസൽനാ ഇലൈഹാ റൂഹനാ, അല്ലാഹു തആല പറയുന്നു, നാം നമ്മുടെ ദൂതനെ അവരിലേക്ക് അയച്ചു കൊടുത്തു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, നമ്മുടെ ഒരു ദൂതനായി മലക്ക് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല അങ്ങോട്ട് അയച്ചു. ഫതമസ്സല ലഹാ ബശറൻ സവിയ്യാ, നല്ല ഒരു മനുഷ്യന്റെ രൂപത്തിൽ, നല്ല സുന്ദരനായ ഒരു മനുഷ്യ രൂപത്തിലാണ് മറിയം ബീവിയുടെ അടുക്കലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പറഞ്ഞു വിട്ടത്. അങ്ങനെ ചെല്ലുന്നു, ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചെല്ലുന്നു. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ ചെന്നു. മഹദിയായ മറിയം ബീവി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മറക്കകത്തേക്ക് വരുന്നത് കണ്ടപ്പോ قالت إني أعوذ بالرحمن منك إن كنت تقيا, ഉടനെ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചുപോയി. ഉറച്ച ദുആ അല്ലാഹുവിനോട്. എന്താണ് ആ ദിക്ർ? ഇന്നി അഊദു ബിർറഹ്മാനി മിൻക ഇൻ കുൻത തഖിയാ, നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു. അതെ, വന്നത് ഒരു മനുഷ്യന്റെ രൂപത്തിലാണല്ലോ, വന്നത് മലക്കാണെന്ന് മറിയം ബീവിക്ക് അറിയൂല. ഒരു പുരുഷനെ എന്റെ മറക്കകത്തേക്ക് വരുന്നത് കണ്ടപ്പോ മറിയം ബീവി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്നി അഊദു ബിർറഹ്മാനി മിൻക, എടോ മനുഷ്യ, നിന്നിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നുണ്ട്. ഇൻ കുൻത തഖിയാ, നീ അല്ലാഹനെ ഭയപ്പെടുന്ന മുത്തഖിയാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറിക്കൊള്ളണം. മറിയം ബീവി ആ വന്ന മനുഷ്യനോട് പറഞ്ഞത് മലക്കാണെന്ന് മറിയം ബീവിക്ക് അറിയില്ലല്ലോ. പക്ഷെ എന്താ ഇവിടെ ഇൻ കുൻത തഖിയാ, നീ അല്ലാഹനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്താ? അവിടെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾ 3 അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ നീ എന്നിൽ നിന്ന് അകന്നു പോകണം എന്നാണ് മറിയം ബീവി പറഞ്ഞത്. എന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ എന്ന് പറയാനുള്ള കാരണം എന്താ? ഇന്നമാ ഖാലത്ത് ദാലിക, മഹദിയായ മറിയം ബീവി അങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്നറിയോ? അല്ലാഹുവിനെ ഭയപ്പെടുകയും അവനോട് തഖ്വ ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ, തഖ്വയുള്ള ആളുകൾ മാത്രമാണ് അല്ലാഹുവിനെ ഭയപ്പെടുക, അല്ലാഹുവിനോട് തഖ്വയുള്ള ആളുകൾ മാത്രമാണ്. സ്വകാര്യമായൊരു സ്ഥലത്ത് നിന്ന്, ജനങ്ങൾ കാണുമെന്ന് പേടിയില്ലാത്തൊരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരി കാണും, അവരുടെ കണ്ണിൽ ക്യാമറയിൽ പെടും എന്ന ഒരു സാധ്യതയുമില്ലാത്ത സ്ഥലത്ത് നിന്ന് പിന്നെ അള്ളാഹനെ പേടില്ലോ മാത്രമേ ഈ വാക്കുകൊണ്ട് മാറിപ്പോകുള്ളൂ. അതുകൊണ്ടാണ് മറിയം ബീവി പറഞ്ഞത്, അള്ളാഹനെ പേടിയുണ്ടെങ്കിൽ നീ ഒന്ന് മാറിപ്പോണം. നേരെ മറിച്ച് ഫാസിഖാണെങ്കിലോ, ഫാസിഖാണെങ്കിൽ യുഖവ്വിഫു ബിസ്സുൽത്താൻ, ഫാസിഖായ ഒരു മനുഷ്യനാണെങ്കിൽ പടച്ചോനെ പേടിയൊന്നും ഉണ്ടാവില്ല. അവന് പേടിയുള്ള ആരെയാണ്? രാജ്യത്തിന്റെ ഭരണാധികാരിയായിരിക്കും. രാജ്യത്തിന്റെ ശിക്ഷയാണ് അവൻ ഭയപ്പെടുക. മുനാഫിഖാണെങ്കിൽ മുനാഫിഖാണെങ്കിൽ മനുഷ്യന്മാരെയാണ് പേടിക്കുക. ഞാൻ ഇപ്പൊ ഇവിടെ വരുന്നത് മറ്റും കാണോ എന്നുള്ള പേടി അവനക്ക് ഉണ്ടാവുള്ളൂ മുനാഫിഖ്. ഫാസിഖാണെങ്കിൽ അവനാണെങ്കിൽ രാജ്യത്തിന്റെ ഭരണാധികാരി നിയമത്തെ അവന് പേടി ഉണ്ടാവുള്ളൂ.
എന്നാൽ അള്ളാഹിനെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ ഏത് സ്വകാര്യതയിലും അവന് മാറാൻ പറ്റും. അതുകൊണ്ടാ മഹദിയായ മറിയം ബീവി പറഞ്ഞത്, നീ അള്ളാഹുവിൽ ഭയപ്പെടുന്നവനാണ് എങ്കിൽ ഇൻ കുൻത തഖിയാ, നീ ഭയപ്പെടുന്നത് അള്ളാഹുവിലാണെങ്കിൽ എന്നിൽ നിന്ന് വിട്ടുപോകണം. അങ്ങനെ പറഞ്ഞപ്പോ ഖാല ഇന്നമാ അന റസൂലു റബ്ബികി, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു മറിയം ബീവിയോട്, വന്ന മനുഷ്യരൂപത്തിൽ വന്ന മലക്ക് പറയാണ്, ഇന്നമാ അന റസൂലു റബ്ബികി, ഞാൻ കേവലം ഒരു മനുഷ്യനല്ല, ഞാൻ മലക്കാണ്, നിങ്ങളുടെ റബ്ബിന്റെ ദൂതനായി വന്ന മലക്കാണ്. എന്തിനാ ഞാൻ വന്നത്? ലിഅഹബലക ഗുലാമൻ സക്കിയാ, നിങ്ങൾക്ക് നല്ല ഒരു ആൺകുഞ്ഞിനെ നൽകാനാണ് വന്നത്. നല്ല ഒരു മോനെ സമ്മാനിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഖാലത്ത്, അപ്പൊ മഹദിയായ മറിയം ബീവി ചോദിക്കാണ്, പറയാണ്, അന്നാ യകൂനു ലീ ഗുലാമുൻ വലം യംസസ്നി ബശറുൻ വലം അകു ബഗിയാ, എനിക്ക് ആൺകുഞ്ഞോ, എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? വലം യംസസ്നി ബശറുൻ, ഞാനൊരു മനുഷ്യനെയും ഇന്ന് വരെ തൊട്ടിട്ടില്ല, സ്പർശിച്ചിട്ടില്ല, എന്റെ വിവാഹം ഇതുവരെ കഴിഞ്ഞിട്ടില്ല, ഞാൻ വിവാഹിതയായിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ എനിക്ക് കുഞ്ഞുണ്ടാകും? വലം അകു ബഗിയാ, ഞാൻ ഒരാളുമായി വ്യഭിചാരത്തിലും ഏർപ്പെട്ടിട്ടില്ലല്ലോ, ഒരു അവിഹിത ബന്ധത്തിലും ഞാൻ ഏർപ്പെട്ടിട്ടില്ലല്ലോ, പിന്നെ എനിക്ക് എങ്ങനെ മക്കളുണ്ടാകാനാണ്? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കാണ്. അപ്പൊ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ മലക്കാണ്. ഖാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിൻ, നിങ്ങളെ പഠിച്ചോണ്ട് ഇതിനൊന്നൊരു പണിയില്ല, നിങ്ങളെ റബ്ബിന് ഇതിനൊന്നും ഒരു പണിയില്ല, ഇതിൽ വലിയ പണിയുള്ള ആളാന്ന് വിചാരിച്ചോ? അള്ളാഹുവിന് അങ്ങനെ ഒരു പ്രയാസവും ഇല്ലാത്തവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. വാപ്പയില്ലാതെ മകനെ ഉണ്ടാക്കാൻ പ്രയാസമില്ലാത്തവനാണ് റബ്ബ്. ആ റബ്ബാണ് എന്നെ പറഞ്ഞു വിട്ടിട്ടുള്ളത്. ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യിനുൻ, ഇതൊക്കെ ചെറിയൊരു കാര്യമാണ് പടച്ച റബ്ബിന് എന്ന് പറഞ്ഞ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വസ്ത്രത്തിനിടയിലൂടെ മാറിടത്തിലേക്ക് അങ്ങ് ഊതിക്കൊടുക്കുന്നു. അള്ളാഹു പറഞ്ഞയച്ചത് പ്രകാരം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മറിയം ബീവിയുടെ മാറിടത്തിലേക്ക് അങ്ങൂതുന്നു. ആ സെക്കൻഡിൽ തന്നെ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭിണിയായി. അല്ലാഹു തആല ഗർഭിണിയാകാൻ വേണ്ടിയുള്ള എല്ലാ നിമിത്തങ്ങളും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞു വിടുകയും മറിയം ബീവിയിലേക്ക് ഊതാൻ വേണ്ടി കൽപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അത് ഈ ആയത്തിൽ തന്നെ പറയുന്നുണ്ട്. അള്ളാഹുവാണ് എന്നെ പറഞ്ഞു വിട്ടത്, അള്ളാഹുവിന് ഇതൊന്നും വലിയ പ്രയാസമില്ലാത്ത കാര്യമാണ്. വലിനജഅലഹു ആയത്തൽ ലിന്നാസ്, മാത്രമല്ല ഈ സംഭവം എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ജനങ്ങൾക്ക് മുഴുവനും ഒരു ദൃഷ്ടാന്തമാകാനാണ്, അള്ളാഹുവിന്റെ പവർ, ശക്തി കാണിച്ചു കൊടുക്കാനാണ്. വറഹ്മത്തം മിന്നാ, അതുപോലെ തന്നെ അല്ലാഹു തആലയിൽ നിന്നുള്ള ജനങ്ങൾക്കുള്ള ഒരു വലിയ റഹ്മത്തുമായിട്ടാണ്. വകാന അംറൻ മഖ്ദിയാ. അപ്പൊ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനം, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിയുടെ ജനനം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് മാറിടത്തിലേക്ക് ഊതുമ്പോഴാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ മലക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ലാഹു തആലക്ക് ഇതൊന്നും വലിയൊരു സംഭവം അല്ല, വാപ്പയില്ലാതെ പിതാവില്ലാതെ മകനുണ്ടായി എന്നുള്ളത്. മഹാനായ ഇബ്നു കസീർ ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഫഖലഖ അബാഹും, നോക്കൂ നിങ്ങൾ, ഇതെന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത്? ദലാലതൻ വ അലാമതൻ ലിന്നാസി അലാ ഖുദ്റതി ബാരിഇഹിം വ ഖാലിഖിഹിം അല്ലദീ നവഅ ഫീ ഖൽഖിഹിം. അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ, അല്ലാഹുവിന്റെ കഴിവിനെ, അല്ലാഹുവിന്റെ ശക്തിയെ നമുക്ക് പഠിപ്പിച്ചു തരാനാണ്. നോക്കൂ നിങ്ങൾ, ഫഖലഖ അബാഹും ആദം അലൈഹിസ്സലാത്തു വസ്സലാം, നമ്മുടെ പിതാവായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത് എങ്ങനെയാണ്? മിൻ ഗൈരി ദക്കരിൻ വലാ ഉൻസാ, ഒരാണിൽ നിന്നുമല്ല ഒരു പെണ്ണിൽ നിന്നുമല്ല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്.
ഉമ്മയുമില്ല ബാപ്പയുമില്ല ആദം നബിക്ക്. ഒരാണിൽ നിന്നുമല്ല പെണ്ണിൽ നിന്നുമല്ല ആദം നബിയെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് അല്ലാഹു തആല ഒന്നുമില്ലാത്ത ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചവനാണ്. അതുകൊണ്ട് അല്ലാഹുവിന് ഇതൊരു പ്രയാസമേ അല്ല. ആദം നബിയെ ഉമ്മയിൽ നിന്നും അല്ല ഉപ്പയിൽ നിന്നല്ല ഉണ്ടാക്കിയത്, മണ്ണിൽ നിന്ന് അല്ലാഹു രൂപം നൽകി ജീവൻ കൊടുത്തു. എന്നാൽ രണ്ടാമത്തൊന്നുകൂടി നോക്കൂ നിങ്ങൾ. വഖലഖ ഹവ്വാഅ മിൻ ദകരിൻ ബിലാ ഉൻസാ. ആ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തന്നെ ഭാര്യയെ എവിടെ നിന്നാണ് അല്ലാഹു സൃഷ്ടിച്ചത്? ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് അല്ലാഹു അങ്ങ് സൃഷ്ടിക്കുകയാണ് ഹവ്വാ ബീവിയെ. ഉമ്മയില്ലാതെ ബാപ്പയിൽ നിന്ന് മാത്രം സൃഷ്ടിച്ചു അല്ലാഹു തആല. അപ്പം ആദം നബിയെ ഉമ്മയും ബാപ്പയും ഇല്ലാതെ സൃഷ്ടിച്ചു കാണിച്ചു തന്നു. ഹവ്വാ ബീവിയെ ബാപ്പ മാത്രമേ ഉള്ളൂ, ഉമ്മയില്ലാതെ സൃഷ്ടിച്ചു കാണിച്ചു തന്നു. വഖലഖ ബഖിയത ദുർരിയതി മൻ ദകരിൻ മിൻ ദകരിൻ വഉൻസാ. എന്നാ ബാക്കിയുള്ള എല്ലാ ജനങ്ങളെയും അല്ലാഹു തആല ആണിൽ നിന്നും പെണ്ണിൽ നിന്നും കൂടിയാണ് സൃഷ്ടിച്ചത്. ഇല്ലാ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഒഴികെ. ഫഇന്നഹു ഔജദഹു മിൻ ഉൻസാ ബിലാ ദകരിൻ. ഈസാ നബിയെയോ പെണ്ണ് മാത്രമേ ഉള്ളൂ, ഉമ്മ മാത്രമേ ഉള്ളൂ, ബാപ്പയില്ല. അപ്പൊ 4 വശങ്ങളുമായി ഫതമ്മത്തിൽ ഖിസ്മത്തു റുബാഇയ്യത്തു ദാല്ലത്തു അലാ കമാലി ഖുദ്റതിഹി വഅലീമി സുൽത്താനി. അല്ലാഹുവിന്റെ 4 രൂപത്തിലുള്ള കഴിവ് ഇവിടെ തെളിയിച്ചു. ഒന്ന്, ഒരു മനുഷ്യൻ ജനിക്കണമെങ്കിൽ ഉമ്മയും വേണം ബാപ്പയും വേണം. അതിന് ഉദാഹരണമാണ് നമ്മൾ എല്ലാവരും. അത് അല്ലാഹു തആല അല്ലാഹുവിന്റെ കഴിവ് തെളിയിച്ചു. 2, ഒരു മനുഷ്യൻ ഉമ്മയും ബാപ്പയും ഇല്ലാതെ ജനിപ്പിക്കുകയാണ്. അതിന് ഉദാഹരണം ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ 2 ഭാഗമായി. ഉമ്മയും ബാപ്പയും ഉണ്ടായിട്ടും മനുഷ്യനുണ്ടാകും, ഉമ്മയും ബാപ്പയും ഇല്ലാതെയും മനുഷ്യനുണ്ടാകും. 2 ഉദാഹരണം അല്ലാഹു കാണിച്ചു. മറ്റൊന്ന്, ഉമ്മയുണ്ട് ബാപ്പയില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാരാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഉമ്മയുണ്ട് ബാപ്പയില്ല. നേരെ ഓപ്പോസിറ്റ്, ബാപ്പയുണ്ട് ഉമ്മയില്ലാതെ മനുഷ്യനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. അതാരാണ്? മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ. ഈ 4 രൂപത്തിൽ, 4 രൂപയിൽ ഉണ്ടാവുള്ളൂ. ഉമ്മയില്ല ബാപ്പയില്ല, ഉമ്മയുണ്ട് ബാപ്പയുണ്ട്, ഉമ്മണ്ട് ബാപ്പല്ല, ബാപ്പുണ്ട് ഉമ്മല്ല. ഇങ്ങനെ 4 രൂപമാണ് ഇതിൽ വരിക. 4 രൂപത്തിൽ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചങ്ങ് കാണിച്ചു തന്നു. ഇതെന്തിനാ? അല്ലാഹുവിന്റെ ഖുദ്റത്ത് തെളിയിക്കാൻ വേണ്ടിയാണ്. 4 രൂപത്തിലും ഈ ലോകത്ത് മനുഷ്യൻ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് ഖുർആനിൽ തന്നെ അല്ലാഹു പറയാണ്. എന്തിനു വേണ്ടിയാണ് മറിയം ബീവിക്ക് ബാപ്പയില്ലാതെ ഗർഭിണിയാക്കിയത് അല്ലാഹു തആല? ലിനജഅലഹു ആയത്തൽ ലിന്നാസ്. നമ്മളെപ്പോലത്തെ കുറെ ആളുകള് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അലാ ഖുദ്റതിനാ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. വറഹ്മതൻ മിന്നാ, പിന്നെന്തിനു വേണ്ടിയാണ്? എല്ലാ വിശ്വസിച്ച മുഴുവൻ വിശ്വാസികൾക്കും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ വലിപ്പം മനസ്സിലാക്കി കൊടുക്കാനാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം? അല്ലാഹുവിൽ വിശ്വസിച്ച ആളുകൾക്ക് ഒരു പ്രവാചകൻ വരുമ്പോൾ അവർക്ക് വലിയ റഹ്മത്താണ്. ഇത് ഖാലത്തിൽ മലായികത്തു, ഖുർആൻ തന്നെ പറഞ്ഞു സൂറത്ത് ആലി ഇംറാനിന്റെ 45-46 ആയത്തുകൾ. ഇത് ഖാലത്തിൽ മലായികത്തു യാ മറിയം ഇന്നല്ലാഹ യുബശ്ശിറുകി ബികലിമത്തിൻ മിൻഹു ഇസ്മുഹുൽ മസീഹ് ഈസ ഇബ്നു മറിയം വജീഹൻ ഫിദ്ദുനിയ വൽ ആഖിറ മിനൽ മുഖറബീൻ. നേരത്തെ ഫസ്റ്റ് ആദ്യം തന്നെ ഓതിയ ആയത്താണ്. എല്ലാ ദുനിയാവിലുള്ള ആളുകൾക്കും ഈ ദുനിയാവിൽ ഇരുലോകത്തും വലിയ മഹത്വം നിറഞ്ഞ മഹാനാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. മാത്രമല്ല വയുകല്ലിമുന്നാസ ഫിൽ മഹദി വകഹലൻ വമിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട ജനങ്ങളോട് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അനുയായികൾക്ക് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് ഇൻഷാ അല്ലാഹ് ഈ ഉമ്മത്തിൽപ്പെട്ട നമുക്കും ഖിയാമത്ത് നാളിനോട് അടുത്ത സമയത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വരവ് എല്ലാവർക്കും എന്താണ്? വറഹ്മതൻ മിന്നാ, അല്ലാഹുവിൽ നിന്നുള്ള വലിയ റഹ്മത്താണ്. അതുകൊണ്ട് അല്ലാഹു തആല ഖുർആനിൽ അങ്ങനെ പറഞ്ഞത് വറഹ്മതൻ മിന്നാ, നമ്മളിൽ നിന്നുള്ള വലിയ റഹ്മത്തായിട്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിലൂടെ നിങ്ങളിലേക്ക് ഇറക്കിയത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഇൻഷാ അല്ലാഹ് ഇനി അതിന്റെ ബാക്കി ഭാഗം. മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം ഗർഭിണിയായി.
ബാപ്പയില്ലാതെ ഒരു മലക്കിലൂടെ അല്ലാഹു തആല കൊണ്ടുവന്ന് റൂഹിനെ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അല്ലാഹു ഊതിക്കൊടുക്കുകയാണ്. മറിയം ബീവി ഏകദേശം 50 വയസ്സുകാലത്തോളാണ് ജീവിച്ചതെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നത് കാണാം. 13ാമത്തെ വയസ്സിലാണ് ഗർഭിണിയാകുന്നത് മറിയം ബീവി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിച്ച് 32 വയസ്സാകുമ്പോഴാണ് ഈസാ നബി അല്ലാഹു തആല ആകാശത്തേക്ക് ഉയർത്തിക്കൊണ്ടുപോകുന്നത്. ഈസാ നബി ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയതിന്റെ ശേഷവും 5 വർഷവും ചില്ലറയും ഏകദേശം 6 വർഷക്കാലത്തോളം മറിയം ബീവി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഒരു ഏകദേശം 50 വയസ്സോളം മഹദിയായ മറിയം ബീവി അലൈഹി സ്വലാം ജീവിച്ചിട്ടുണ്ട്. മകനായ ഈസാ നബിയെ 32ാമത്തെ വയസ്സിൽ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി കൊണ്ടുപോയി. 32 വയസ്സ് കഴിഞ്ഞപ്പോ അതിന് ശേഷവും അത് ആകാശത്തേക്ക് ഉയർത്തിയതിനു ശേഷം 6 വർഷക്കാലത്തോളം മറിയം ബീവി ജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഏകദേശം ഒരു 19 വയസ്സോളം ജീവിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ജന്മം നൽകിയ മഹദിയാണ് മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലൊക്കെ എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ.